മലയാളം മിഷൻ്റെ 71ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട്ടിലാണ്. വയനാട്ടിലെ ജൈനക്ഷേത്രങ്ങൾ അത് ജൈന മതത്തിൻ്റെ ചരിത്രം മുതൽ തന്നെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. കാരണം ജൈനമതത്തിൻ്റെ ഉത്ഭവത്തിന് ശേഷം അത് സ്വീകരിച്ച മൗര്യ സാമ്രാജ്യ സ്ഥാപകൻ ചന്ദ്രഗുപ്ത മൗര്യൻ തൻ്റെ അവസാന കാലഘട്ടത്തിൽ ഭദ്രബാഹു എന്ന് പറയുന്ന സന്യാസിയോടൊപ്പം കർണാടകത്തിലെ ശ്രാവണബെലഗോളയിലേക്ക് വന്നു. ശ്രാവണബെലഗോളയിൽ അദ്ദേഹം സല്ലേഖന അനുഷ്ഠിച്ച് മരണപ്പെട്ടു. അതിനുശേഷം അവിടെ നിന്നും പുറപ്പെട്ട് പോന്ന ജൈനമതത്തിലുള്ളവരാണ് വയനാട്ടിലുള്ളത്. വയനാട്ടിൽ ഇന്ന് 12 ജൈനക്ഷേത്രങ്ങളാണ് ഏറ്റവും ലൈവായിട്ട് നിൽക്കുന്നത്. എന്നാൽ വനത്തിനുള്ളിൽ നിരവധി ജൈനക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉണ്ട് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു സംഭവം കൂടെ ഉണ്ടായിരിക്കുന്നത് 2022 ജൈനമത ക്ഷേത്രങ്ങൾ, വയനാട്ടിലെ ജൈനമത ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച് ഒരു ജൈൻ സർക്യൂട്ട് രൂപീകരിക്കുകയുണ്ടായി. ഇത് രാജ്യത്തെ 2ാമത്തെ ജൈൻ സർക്യൂട്ടാണ്. ആദ്യത്തേത് ബീഹാറിലെയാണ്, 2ാമത്തെ വയനാട്ടിലാണ്. ഈ 12 ജൈനക്ഷേത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി മുതലുള്ള എപ്പിസോഡുകൾ ചെയ്യുക. ഇതിൽ ആദ്യത്തെ ജൈനക്ഷേത്രം വയനാട്ടിലെ ഏറ്റവും പ്രശസ്തമായ കൽപ്പറ്റയിലുള്ള പുളിയാർമല ജൈനക്ഷേത്രമാണ്. നമുക്ക് പുളിയാർമല ജൈനക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ജൈനമതത്തിലെ 14ാമത്തെ തീർത്ഥങ്കരനായ ആനന്ദനാഥ സ്വാമിയുടെ പേരിലുള്ളതാണ് വയനാട്ടിലെ കൽപ്പറ്റ ടൗണിൽ നിന്നും മാനന്തവാടി റോഡരികിൽ ഒരു ചെറിയ കുന്നിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ജൈനക്ഷേത്രം. ഈ കാലഘട്ടത്തെ അവസർപ്പിനി കാലഘട്ടം എന്നാണ് ജൈനമതത്തിൽ വിശേഷിപ്പിക്കുന്നത്. ഇക്ഷ്വാകു വംശത്തിൽ പിറന്ന അയോധ്യയിലെ രാജാവായിരുന്ന സിംഹസേനൻ്റെയും സുയേഷയുടെയും പുത്രനായിരുന്നു അനന്തനാഥൻ. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ദക്ഷിണേന്ത്യൻ ആഗമനത്തെ തുടർന്നാണ് ഇവിടെ ജൈനമതത്തിൻ്റെ ആവിർഭാവം ഉണ്ടാകുന്നത്. ഏതാണ്ട് 1000 വർഷത്തോളം വളരെ ശക്തമായ നിലയിൽ നിലനിന്നിരുന്നതാണ് സൗത്ത് ഇന്ത്യയിലെ ജൈനമത പ്രചരണം. AD 7-8 നൂറ്റാണ്ടിലുണ്ടായ സംഭവങ്ങളെ തുടർന്ന് ജൈനമതം ഇവിടെ ക്ഷയിക്കുകയുണ്ടായി. ഈ സമയത്താണ് ക്ഷേത്രാരാധനയും യക്ഷന്മാരുടെ ആരാധനയും ഉണ്ടായത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. കേരളീയവൽക്കരണം നടത്തിയ ക്ഷേത്രങ്ങളാണ് ജൈനമതത്തിൽ ഇക്കാലത്ത് ഉണ്ടായത്. കർണാടകത്തിൽ നിന്നും കേരളത്തിലെത്തിയ ജൈനമതക്കാരുടെ യാത്ര ഏതാണ്ട് ഇപ്രകാരമായിരുന്നു. ഹൊയ്സാള വംശത്തിലെ ജൈന രാജാവായിരുന്ന വിഷ്ണുവർദ്ധൻ വൈഷ്ണവ മതം സ്വീകരിച്ചതിനെ തുടർന്ന് അവിടെ ജൈനമതത്തിന് അപജയം നേരിട്ടു. അദ്ദേഹം ഒരു ജൈനമത പീഡകനായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ സാമന്ത പ്രഭുക്കന്മാരായ ഏകാന്തരാമയ്യ, ഗൊഗ്ഗിദേവൻ എന്നിവർ ജൈനമതക്കാരെ നിരന്തരമായി പീഡിപ്പിച്ചു. അതേ തുടർന്ന് തെക്കൻ കാനറയിലേക്കും അവിടുന്ന് ഷിമോഗയിലേക്കും അവിടുന്ന് സിസിലിയിലേക്കും ഏറ്റവും ഒടുവിൽ കാർക്കളയിലേക്കും ജൈനർ മാറുകയുണ്ടായി. കാർക്കളയിൽ നിന്നും വയനാട്ടിലെത്തിയവരാണ് ഇന്നത്തെ ജൈന മതക്കാർ. വയനാട്ടിൽ 7 ജൈന കേന്ദ്രങ്ങൾ ഉണ്ടായതായിട്ടാണ് പറയപ്പെടുന്നത്. അവ മാണിക്യപുരി, ക്ഷീരപുരി, കൽപ്പാത്തി, വെണ്ണയോട്, പാലകുന്ന്, ഹൊസങ്കടി, ഹെന്നരുബീതി എന്നിവയാണ്. ഇതിൽ കൽപ്പാത്തി എന്ന് അറിയപ്പെടുന്നത് ഇന്നത്തെ കൽപ്പറ്റയാണ്. പ്രകൃതി കൃഷിയുടെ ഉപജ്ഞാതാക്കളായിരുന്നു ജൈനർ. ഇവർ ഭൂമി കിളയ്ക്കുകയോ കലപ്പ കൊണ്ട് ഉഴുതുമറിക്കുകയോ ചെയ്യുന്ന പതിവില്ല. ഭൂമിയുടെ നൈസർഗികമായ ശക്തിവിശേഷങ്ങളിൽ മനുഷ്യൻ്റെ ഇടപെടലുകൾ പാടില്ലെന്ന കാഴ്ചപ്പാടാണ് അവർ സ്വീകരിച്ചത്. അങ്ങനെ പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള ഒരു കൃഷി സമ്പ്രദായമാണ് അവർ അനുവർത്തിച്ചത്. മധ്യകാലഘട്ടത്തിൽ വയനാടൻ വയലുകളിൽ ജലസേചനത്തിന് വേണ്ടി നിരവധി ചിറകളും കുളങ്ങളും അണകളും ഒക്കെ നിർമ്മിച്ചത് ജൈനരുടെ സംഭാവനകളാണ്. വയനാട്ടിൽ സ്ഥിരവാസമുറപ്പിച്ച കൃഷിക്കാരായ ജൈനരാണ് ഇവിടെ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത്. കൽപ്പറ്റയിലെ അനന്തനാഥ സ്വാമി ക്ഷേത്രം നിത്യപൂജ നടക്കുന്ന ഒരിടമാണ്. ഇവിടെ ജൈനരുടെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ്. ജൈനരുടെ ചടങ്ങുകൾ, വിശേഷിച്ച് വിവാഹ ചടങ്ങുകളൊക്കെ നടത്തുന്ന
വലിയ ഓഡിറ്റോറിയവും മറ്റ് സൗകര്യങ്ങളുമൊക്കെയുള്ള ജൈനരുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയാണ് ഈ ക്ഷേത്രം. നിരവധി വർഷങ്ങളുടെ പാരമ്പര്യം പേറുന്നതാണ് പുളിയാർമല ജൈനക്ഷേത്രം. അനന്തനാഥ സ്വാമി ക്ഷേത്രം അറിയപ്പെടുന്നത് പുളിയാർമല ജൈനക്ഷേത്രം എന്നാണ്. പഴയ ജൈനക്ഷേത്രത്തിന് പുറമേ ഒരു ചുറ്റമ്പലം പോലെ തോന്നിക്കുന്ന ഒരു സ്ട്രക്ചർ തീർത്തിരിക്കുന്നത് കാണാം. ഇതിനുള്ളിൽ ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്ന ഒരു വഴിയും നമുക്കുള്ളിൽ ചെല്ലുമ്പോൾ കാണാം. ക്ഷേത്രത്തിനുള്ളിൽ ഷൂട്ടിങ് അനുവദിച്ചിട്ടില്ല, അതുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിലെ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കില്ല. കായോത്സർഗ നിലയിൽ അല്ലെങ്കിൽ നിൽക്കുന്ന നിലയിലുള്ള അനന്തനാഥ സ്വാമിയുടെ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. രാവിലെയും വൈകിട്ടും പൂജ നടത്തുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. കലാ സൗകുമാര്യം പേറുന്ന ഒരു ക്ഷേത്രം കാണുക എന്നതിലുപരി വയനാട്ടിലെ ജൈനരുടെ അല്ലെങ്കിൽ കേരളത്തിലെ ജൈനരുടെ ചരിത്രം പഠിക്കുവാൻ പുളിയാർമല ക്ഷേത്രം നിർബന്ധമായും സന്ദർശിക്കണം. പുളിയാർമല ജൈനക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച വയനാട്ടിലെ മറ്റൊരു ജൈനക്ഷേത്രവുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ ബൈ.